ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും തെക്കേടുത്ത് വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അമ്മ ഇന്ന് മത്തിയും വെച്ച് ഒരു കിടിലൻ ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. നേരെ വീഡിയോയിലേക്ക് പോയാലോ? അടിപൊളി മത്തി കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ച് ഞാനിന്നിവിടെ കുക്കർ മത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മീനെല്ലാം നന്നാക്കി കഴുകിയെടുക്കുക. മീനൊക്കെ നന്നാക്കി തേച്ച് കഴുകിയെടുത്ത് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ട് ഒരു അരപ്പ് തയ്യാറാക്കാം. ഇഞ്ചി 3-4 ചുവന്നുള്ളി കറിവേപ്പില ഒക്കെ എടുത്തിട്ടുണ്ട്. നന്നാക്കി എടുക്കാം. വരഞ്ഞ് വെച്ച മീനിലേക്ക് ഞാൻ ചെറിയുള്ളിയും ഇഞ്ചിയും കൂടി ചോപ്പറിൽ ചതച്ചിട്ടു, കറിവേപ്പില ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടി അരച്ചെടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ കറണ്ട് പോയി. അപ്പോൾ ഞാൻ ചോപ്പറിൽ ഇഞ്ചിയും ഉള്ളിയും കൂടി ചതച്ച് കറിവേപ്പില ഇട്ടു. ഇനി ഇതിനകത്തേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം, മുളക് പൊടി ഇട്ട് കൊടുക്കണം, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ടിട്ടുണ്ട്. പാകത്തിന് ഉപ്പും കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് വയ്ക്കാം. മീനൊക്കെ നന്നായി മുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കർ അടുപ്പത്തേക്ക് വയ്ക്കാം. ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി അതിലേക്ക് കറിവേപ്പില നിരത്തി വയ്ക്കാം. കറിവേപ്പിലൊക്കെ കുക്കറിൻ്റെ അടിയിൽ നിരത്തി വെച്ച് ഇനി അതിലേക്ക് നമുക്ക് പുരട്ടി വെച്ചേക്കണം മീൻ നിരത്തി വെച്ച് കൊടുക്കാം. മീനെല്ലാം നിരത്തി വെച്ചു. ഇനി അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. എല്ലാവരും വാളംപുളീൻ്റെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ വാളംപുളി മീൻകറിയിൽ ഉപയോഗിക്കാത്ത കാരണം ഞാൻ കുടംപുളി തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം പുളിയോടുകൂടി. പുളിയോടുകൂടി ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കാം. കുക്കർ മത്തി അങ്ങനെ അടിപൊളിയായി വെന്ത് വന്നിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. കുടംപുളിക്ക് പകരം വാളംപുളി ഒഴിക്കുന്നവർക്ക് അങ്ങനെ ഒഴിക്കാം. ഞാൻ വാളംപുളി ഒഴിക്കാത്തതുകൊണ്ട് കുടംപുളി ഇട്ടുവെന്നേ ഉള്ളൂ. സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കുടംപുളി ഇട്ട് പറ്റിച്ച കുക്കർ മത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക്, അടിപൊളി ടേസ്റ്റാണ്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.